പാട്ടിന്റെ പനിനീരായി പെയ്തിറങ്ങിയ കൊച്ചു ഗായകർ അവരുടെ പ്രിയ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ബിന്നി ആന്റി. പാട്ടിന്റെ വിരുന്നൊരുക്കിയ കുഞ്ഞു പാട്ടുകൂട്ടിലെ കുഞ്ഞിക്കിളി നമ്മുടെ വൈഗ കുട്ടി എത്താണ്. വെൽക്കം വൈഗ. ബ്യൂട്ടിഫുൾ മോളെ, സൂപ്പർ. നല്ല കളറ്, നന്നായി ചിരിക്കുന്ന കണ്ണുകളാണ്. മക്കൾ ഏതാ പാടുന്നത്? പീലിക്കണ്ണെഴുതി. പീലി കണ്ണെഴുതി. അതാ അതാണോ? അതന്നെ. ഞാൻ അങ്ങനെയല്ല. അണ്ണ കേട്ട വേറൊരു ട്യൂൺ ഉണ്ട്, അതൊന്ന് പാടിക്കണം. അതെനിക്ക് കുറെ കൂടെ കണ്ണെഴുതി അഴകിൽ നിന്നവളെ, ചുംബന മലരുമായി കനവിൽ നിന്നവളെ, നിൻമൊഴിയോ കുളിരഴകോ സ്നേഹവസന്തമാർന്ന നിൻ പൂമനമോ എന്നിലൊരാർദ്രഗാനമായി. ഇതാണ് ഞാൻ കേട്ടത്. ഞാൻ പക്ഷെ പഠിച്ചത് പീലിക്കണ്ണെഴുതി. മാറ്റിയതാ. പോട്ടെ മക്കളെ, പോട്ടെ. എന്നാ തുടങ്ങല്ലേ? പാടിക്കോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓടുന്ന് എങ്ങനെ പാടി? കുറച്ച് ബേസിക് ആയിട്ട് നമ്മുടെ സോങ് സെലക്ഷൻ ആലോചിക്കണം. ആ, ഇതൊരു സോളോ സോങ് ആണെന്നുണ്ടെങ്കിൽ മോക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. ആ, ഇതൊരു ഡ്യുവറ്റ് സോങ് ആകുമ്പോൾ എന്താ പറയുന്നത്, ഒരു ആൾ വന്ന് എൻഡ് ചെയ്തു ഉടനെ തന്നെ അടുത്ത ആൾ തുടങ്ങി, മെയിൽ ഫീമെയിൽ ഡിവിഷൻസ് വരുമ്പം അത് ഒറ്റയാൾ നിന്ന് പാടുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം അങ്ങനെ കുറേ പ്രയാസങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഒന്ന്, പിന്നെ അഴകിൽ നിന്നവളി ഡാരാരാ, അത് കൃത്യമായിട്ട് വരണം. പിന്നെ സ്നേഹവസന്തമാ ആ പൂമനമോ എന്നില്ലേ, അത് മോ കേട്ടിട്ടേ ഇല്ല, ബാക്കി എടുക്കാനുള്ള ഒരു ചാട്ടത്തിലായിരുന്നു. അത് ഈ ഡിവറ്റ് എടുത്തോണ്ടാണ്. അതൊന്ന് പാടിക്കുക. ആ പൂമനമോ എങ്ങനെയാണ്? സ്നേഹവസന്തമാർന്ന നിൻ പൂമനമോ. പൂമനമോ, അതാണോ? പൂമനമോ, പൂമനമോ, അത്ര ഉണ്ടല്ലോ. പൂമനമോ. അടുത്ത വരും. ആ പക്ഷെ മോള് ആ പൂമന മോ ഞാൻ കേട്ടിട്ടേ ഇല്ല, മോയുടെ പകുതിയെ കേട്ടുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം വിരിയാറായി എന്നുള്ളതിൻ്റെ ശ്രുതി അനുപല്ലവില്ല. അരികെ വരൂ ഞാൻ കാത്തു, അത് വരുന്നില്ല. അതിൻ്റെ എൻ പോർഷൻ വിരിയാറായി ഒരു ടോൺ കുറവായിരുന്നു മോള് പാടി. അന്ന് പാടിക്കേ. അരികെ വരൂ ഞാൻ കാത്തു കാത്തു നിൽക്കയിൽ, കാത്തു കാത്തു നിൽക്കയില്ലയോ. അവിടെ എല്ലാം മോളെ പ്രശ്നമുണ്ട്, അത് മനസ്സിലാവുന്നുണ്ടോ? മോടെ കയ്യിൽ നിന്ന് അത് അത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്ന് കിടന്നു, അത്രയും താന്ന് കിടന്നു. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ അതുപോലുള്ള കുറേ മിസ്റ്റേക്സുകൾ, അല്ല മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താണ് പാടിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ പറ്റും. സാധാരണഗതിയിൽ മോടെ നിന്ന് ഇതിൻ്റെ ഒരു 50% വരുന്നതല്ല. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് സീരിയസ് ആവുക. താങ്ക് യു മോളെ. സാധാരണ മോള് പാടുന്നത് പോലെ ഫീൽ ചെയ്തില്ല ശരത്തങ്ങൾ. നീ പാടുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരു തീഗോളം നിന്ന് കത്തി ജ്വലിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇത് അവിടെ ഇവിടെ കുഞ്ഞിന് ശ്രുതി ചേരായിക ഉണ്ട്, അത് മക്കൾക്ക് മനസ്സിലാവുന്നില്ലേ. ഇപ്പൊ തുടങ്ങുന്ന പീലി കണ്ണ് അരികിൽ നിന്നവളെ എന്നുള്ളതിൻ്റെ ആ ഒരു സംഗതി നന്നായില്ല. പിന്നെ അടുത്തത് ഏതാണ്? കനവിൽ വന്നവളെ. അത് ചേർന്നിട്ടുമില്ല. അത് മോളെ കുറച്ചൊന്നുമല്ല ചേരായിരിക്കുന്നു, ഭീകരമായിട്ട് ആർക്കും കേട്ടാൽ മനസ്സിലാവുന്ന വിധത്തിൽ ചേർന്നില്ല. അതിൽ പോട്ടെ, അതെല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുന്നില്ല, പോട്ടെ, അതിലൊരു കാര്യമില്ല. ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷേ മക്കളൊരു നല്ല പാട്ടുകാരിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വിഷമം. പോട്ടെ മക്കളെ, പോട്ടെ, ഇത് കുഴപ്പമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല ഉഗ്രം പാട്ടാണ് എടുത്തുകൊണ്ട് വന്നത് ജോൺസൺ ചേട്ടൻ്റെ. പക്ഷെ ഇന്ന് എന്തോ പതിവില്ലാത്ത പോലെ ശ്രുതി പ്രശ്നം ഇന്ന് മോളെ വല്ലാതെ അറ്റാക്ക് ചെയ്തു. അവരെല്ലാവരും പറഞ്ഞല്ലോ, പല്ലവിയിലുണ്ട്, അനുപല്ലവിയിലുണ്ട്, ചരണത്തിലും എല്ലായിടത്തും ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ചില വാക്കുകൾ കേൾക്കുന്നില്ല, ക്ലാരിറ്റി കുറവ്. അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു ഇപ്പോഴത്തെ ഇതിൽ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല. ക്വാർട്ടർ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു അശ്രദ്ധയോ ശ്രുതി പ്രശ്നമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും ദിവസം ഇവിടെ പാടിയതല്ലേ മോള്, അല്ലേ? അപ്പം ശ്രദ്ധിക്കണ്ടേ. ഓക്കെ. പാട്ട് നല്ലൊരു പാട്ട്. പക്ഷെ മോൾക്ക് ഇന്ന് എന്തോ അത്രയ്ക്കങ്ങ് ഒരു പ്രത്യേകിച്ച് ശ്രുതി പ്രോബ്ലം.
ചരണം വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ആ 2 ലൈൻ പാടാം ഞാൻ നീയേറ്റ് പാടി അത് കംപ്ലീറ്റ് അവിടെ എനിക്ക് തോന്നുന്നു മോള് കുറച്ച് ചില പോർഷൻ വരുമ്പോഴത്തേക്കും വല്ലാതെ ഹാർഷായിട്ട് പാടുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വോയിസ് ഒന്ന് ഇടറും, ക്രാക്ക് ആവുന്നത് പോലെ. അത് ആ ചരണത്തിൽ അങ്ങനെ വന്നു. ഒരേ ലെവലിൽ പാടി പഠിക്കാൻ നോക്കുക കേട്ടോ. പക്ഷെ ബാക്കി ഒരുപാട് നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു. നന്നായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു പല ഭാഗങ്ങളും കേട്ടോ. മക്കള് ഭയങ്കര ഒരു അസാധ്യ സിംഗർ ആയതുകൊണ്ട് മക്കള് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നോണ്ടാണോ എന്ന് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളൊക്കെ മനുഷ്യരില്ലേ അല്ലേ, എല്ലായ്പ്പോഴും ഒരുപോലെ ആവത്തില്ല. പക്ഷെ എന്നാലും ഇതിപ്പോൾ ക്വാർട്ടർ ഫൈനൽ നടക്കണോണ്ടും എല്ലാവർക്കും ഭയങ്കര ടെൻഷനും പേടിയുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട അല്ലേ ചേട്ടാ. നമുക്ക് ഭയങ്കര ഒരു പിള്ളേർ വന്നിട്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് തണുപ്പിക്കാനും തമാശയും ഇതെല്ലാം പറഞ്ഞിട്ടും അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. പ്രാർത്ഥിച്ച് നല്ല വർക്ക് ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എന്താണേലും അടുത്ത സ്റ്റേജ് സൂപ്പർ ആവട്ടെ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മോളെ, നമ്മളിപ്പം ഒരു ചർച്ച കഴിഞ്ഞു. സത്യസന്ധമായിട്ട് ഉള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ വി ആർ ഗിവിംഗ് യു 96 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു സ്നേഹസാഗര പൂക്കുത്തി. താങ്ക് യു സർ. അടുത്ത തവണ മോള് ഞെട്ടിക്കും, ഉറപ്പാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മകളെ. താങ്ക് ഓൾ ദി യു. ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നാദനിറവിന്റെ ശ്രുതി മധുരം പകർന്ന മണ്ണാർക്കാടിന്റെ കൊച്ചുമിടുക്കൻ യാസീൻ എത്തുന്നു. അതെ, അതല്ലേ ആദ്യം നോക്കുന്നല്ലേ നമ്മൾ ഇവിടെ കാണുമ്പോ. കഴുത്തിന് വേദന എങ്ങനെ എടുത്തിട്ടാണ് യാസു, ബെൻസു വാസു, ഏത് പാട്ട് വാസു? നീ നിറയൂ ജീവനിൽ, ആഹാ, നീ ഇവരും പാട്ട്. ജീവനിൽ പുളകമായി. ഞാൻ പാടിടാം ഗാനമായി. ഓ, ആർക്ക് വേണ്ടി അവനെ പാടുന്നേ? ഞായ്ക്ക് വേണ്ടിട്ടാണ് പാടുന്നത്. അല്ല, എന്നാലും അതെന്താടാ, എന്നാ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഇത് പാടിയ പോലെ പാടുന്നതിന് പാടിയ മതി. ആർക്കെങ്കിലും വേണ്ടി പാടുന്നീ? ഞാൻ മീനാക്ഷി ചേച്ചിക്ക് വേണമെങ്കിൽ പാടാം. വേണ്ട മോനെ, വേണ്ട, യാസീൻ, വേണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടൂ. എന്നാ ഒലിക്കും. വേണ്ട, അവൻ എനിക്ക് വേണ്ടി പാടി. ആണോ? ആ. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, എഴുതിയത് ദേവദാസ് സാർ, പാടിയത് ദാസ് സാർ. എനിക്കതൊന്നും അല്ല അറിയണ്ടേ. സിനിമ പ്രേമഗീതങ്ങൾ, അതാണ് വർഷം 1981. കൊള്ളാലോ. ഗുഡ് ബൈ. അപ്പൊ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉള്ള ചെക്കനാണ് മകളെ. പറഞ്ഞോടാ, എന്തെങ്കിലും ഉണ്ടോ ചുറ്റിക്കളി? ചുറ്റിക്കളിയൊന്നുമില്ല. ഒരാള് വന്ന് ചോദിച്ചു സിംഗിൾ ആണോന്ന്, അങ്ങനെ ഉണ്ടല്ലേ? അത് സിദ്ധാന്റെ അത് തന്നെ സെയിം ഇത് തന്നെ. ഓക്കെ അല്ലെന്ന് പറഞ്ഞപ്പോ നേരെ Committed ആണോ? താല്പര്യമുണ്ടോ? മതി 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 മതി. ഞാനൊന്ന് സഹായിച്ചതാ. എനിക്കൊരു ശകലം ഇങ്ങനെ മുറത്തിലോട്ട് തന്നാ മതി. നീ പാടിക്കോ. നീ എപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
താങ്ക് യു സർ. യാസീൻ കുട്ടാ, സർ. മോന്റെ ശബ്ദം മാറി തുടങ്ങി. ആ. നീ ഒരു അസാധ്യ പാട്ടുകാരനാണ്, നല്ല പാട്ടുകാരനാണ്, സ്മാർട്ടാണ്, സംഗതികളൊക്കെ പാടാൻ അറിയാം, ശ്രുതി ശുദ്ധമായിട്ട് തന്നെ പാടുകയും ചെയ്യും. ഉം. പക്ഷെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ, ആ പാട്ടിൻ്റെ ഫ്രെയിമിൽ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരു ഓപ്പൺനെസ് വോയിസിന് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളിയോ സ്ക്രാച്ചോ വരും. സംഗതികൾ കുറേ സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ട്, സംഭവം കൊള്ളാം. പക്ഷെ ഒരു അസാധു ഫീലാണ് പാട്ടിന്. അതായത് നീ നിറയൂ ജീവനിൽ പുളകമായി, അങ്ങനെയാണ് മറ്റേ നമ്മുടെ 250 കിലോ പില്ലർ പാടിയത്. പില്ലർ പാടിയിരിക്കുന്നു. അപ്പൊ മോൻ പാടുമ്പം നീ നിറയൂ അങ്ങനെ പാടുമ്പോഴേ അതിന്റെ ഒരു സ്റ്റൈലേ മാറിപ്പോണു ഒന്ന്. അത് പിന്നെ മോൻ ഇത് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന്റെ ശബ്ദത്തിന് ഇപ്പൊ പാടാൻ പറ്റിയ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് പാടി, നല്ല ഭാവിയുണ്ട്, നല്ലൊരു ശബ്ദം വരുമ്പോൾ മോന് നന്നായിട്ട് പാടാൻ സാധിക്കും. ക്വാർട്ടർ ഫൈനൽസ് ആണ്. അത് വിചാരിച്ച് വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. അത്രേ അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഐ റിയലി അപ്രീഷിയേറ്റ് ദ സ്പിരിറ്റ് യങ് മാൻ. താങ്ക് യു സർ. മക്കളെ, സർ. നല്ല പാട്ട്. ഇതിന്റെ ഈ ശബ്ദം ഇതിങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നമുക്കൊക്കെ ആ മുകളിലൊന്നും അതൊക്കെ സ്ക്രാച്ച് ആയിപ്പോയത്. അത് കുഴപ്പമില്ല, ആണുങ്ങൾക്കൊക്കെ ഉള്ളതാ അത്. അങ്ങ് ശരിയാവും. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല അലുവ പോലെ. പിന്നെ നീ പാടുമ്പോൾ ഇതിന്റെ മധുരം ഒഴുകും ഇതുവഴി. അത് മാത്രം ഇങ്ങനെ ഗ്ലാസ് വെച്ചങ്ങനെ പിടിച്ചോണം കേട്ടോ. അതേ ഉള്ളൂ. കപ്പുമായിട്ട് വരും. MG അങ്കിൾ പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടൊരു കാര്യം. അദ്ദേഹം യേശുദാസ് എന്ന് പറയുന്ന ആ ആൽമരം പാടി വെച്ചേക്കുന്നത് നമ്മൾ മോൻ്റെ കുഞ്ഞു ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഈ കമ്പയർ ചെയ്യല്ല കേട്ടോ മക്കൾ, അങ്ങനെ വിചാരിക്കരുത്. നമ്മളങ്ങനെ കേട്ട് ആ ഒരു ഫ്രേസ് വരുമ്പോഴത്തേക്ക് നല്ല മുടക്കം എന്നുള്ള. അപ്പോൾ മക്കളുടെ കുഞ്ഞു ശബ്ദമല്ല, കുഞ്ഞല്ലേ നീ, അപ്പോൾ അതിനും ഒരു സുഖമുണ്ട്. അത് ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ മോന് പറ്റിയത് ഈ തെളിയുമീ ദീപമായി അല്ലേ, ആ പിന്നെ അതിന് ശേഷമുള്ളതാണ് നല്ല സൂപ്പർ ഒരു ഫ്രേസിങ് ആണത്. പക്ഷെ മോൻ അത് ഈ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മോൻ്റെ അടുത്ത് ഇനി ഒരു തവണ പാടാൻ പോലും പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം നീ ഒരു ഉഗ്ര സിംഗറാടാ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. അസാധ്യ പാട്ടുകാരനാണ്. മോൻ അത് സ്ട്രഗിൾ ചെയ്യുന്നത് കേട്ടപ്പോൾ വലിയ വിഷമമായി ചരിത്രങ്ങൾ. അതാണ് സത്യം പറഞ്ഞാൽ. അത് നമ്മൾ ആണുങ്ങൾ കടന്നു പോകേണ്ട ഒരു ഫേസ് ആണിത്. അത് കുഴപ്പമില്ല, അത് വിട്ടേ. ബി കൂൾ. ഓക്കെ മക്കള് സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും നിന്നിൽ ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. ഇറങ്ങി പോടെ എന്ന് പറഞ്ഞാൽ അവൻ ചിരിക്കുന്നു. അങ്ങനെ ഒരു ചെക്കന അങ്ങനെ തന്നെ ഇരിക്കട്ടെ മോൻ്റെ ജീവിതത്തിലും ആ സന്തോഷം എപ്പോഴും ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. യാസിൻകുട്ടാ, സർ. മധുവങ്കളിന് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടത്. ആദ്യം ഞാൻ സ്റ്റേജിൽ കയറി പാടുന്ന പാട്ട് ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, ഇതാണ് ആദ്യം പാടുന്നത് 2ാം ക്ലാസ്സിൽ. അത് പേടിച്ചിട്ട് 4 ലൈൻ പാടിയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാട്ട് മുഴുവൻ പാടുന്നത് ഈ പാട്ടാണ്. ക്ലാസ് ടീച്ചറും കുട്ടികളൊക്കെ കൂടി എന്നെ കൊണ്ട് പാടിപ്പിച്ചു ഈ പാട്ട്. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ ആ ഓർമ്മകളിലേക്കാണ് പോയത്. അസലായിട്ട് പാടി. പിന്നെ ഇപ്പോൾ ശബ്ദം മാറുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. ഈണമായി, ദീപമായി, അതൊക്കെ ഓൾറെഡി സൂചിപ്പിച്ചല്ലോ. പിന്നെ വിളങ്ങുന്നി താരമായി ചരണത്തിൽ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഈ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ല ശബ്ദം വരാൻ പോണെന്ന് തോന്നുന്നു. തോന്നലല്ല അത്, അതെ അതായിരിക്കും. അതെ, നല്ല ശബ്ദമായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. യാസീൻ മാം. എനിക്ക് ഒന്നും പറയാനില്ല. നാച്ചുറലായിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് വരണം. അതിലൊന്നാണ് ആൺകുട്ടികൾക്ക് സൗണ്ട് മാറുക. സൗണ്ട് മാറുന്നതിന് മുമ്പുള്ള ഒരുപാട് ക്രാക്കേഴ്സും എല്ലാം കൊണ്ട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും അഫക്റ്റ് ചെയ്യുന്നത് ഒരു സിംഗറിനാണത്. മോനിന്ന് പാടിയപ്പം ആ പ്രോബ്ലംസ് ഇതിനകത്ത് നിറയെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതുകൊണ്ട് അധികം ചിലപ്പോൾ കുറച്ച് ശ്രുതി താഴ്ന്നുകൊണ്ടൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ധൈര്യമായിട്ട് നേരിടുക. അപ്പൊ ക്രാക്ക് വന്നില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ We are giving you 97 out of 100. താങ്ക് യു സർ. ആടി ഒരു പിന്നിപ്പൊക്കുറ്റി. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ് മോനെ. ഗുഡ് നൈറ്റ്. കുറുമ്പുകൂട്ടിലെ കിലുക്കാമ്പെട്ടി നമ്മുടെ താരക്കുട്ടി എത്തുന്നു. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. താരക്കുട്ടിയെ കണ്ടിട്ട് ഒരു
ബോംബെയിലുള്ളൊരു ഒരു സുന്ദരിയെ പോലെ ഇരിക്കുന്നു. ബോംബെ താരം വാങ്ങിച്ചത് ബോംബെയിലെ ഒരു താരസുന്ദരി. ഞാൻ നിങ്ങൾക്ക് ഒരു കീച്ചയും ഞാൻ കാണിച്ചട്ടെ. മക്കളെ ആ എവിടെ കിച്ചൻ എവിടെ അയ്യോ. കൊള്ളാലോ. ഓ. ആഹാ ഹലോ കിറ്റി. അതും ബോംബെ നിന്നാണോ? ഇനി കുറച്ച് മുത്തുണ്ട്. കുറച്ച് മുത്തുണ്ട് അടുത്ത അത് പോക്കറ്റ്. ബോംബെ എന്നല്ല, പിന്നെ അത് ഇത് അപ്പുറത്തെ പറമ്പിൽ ഇവിടുന്ന് കിട്ടിയത്. ഒന്ന് ബെൽറ്റ്, ആ ബെൽത്. പിന്നത്തേത് ചെൽദ്. ചെറുത് ചെറുത്. ബെൽറ്റ്, അതിന്റെ കൂടുതൽ ബെൽത്. വലുത്. അതിന്റെയും പോലത്തെ ബെൽറ്റ്, അതിന്റെ അതിന്റെ പോലത്തെ പോലത്തെ ബെൽറ്റ്. അതേപോലത്തെ ഇതാ ഇത്ര ബെൽറ്റുകളുണ്ട്. വലുതുകളുണ്ട്. ഇതാ കാണുന്നില്ല. അല്ല അത് വിൽക്കുവോ കൊടുക്കുവോ? ഇത് നമ്മള് കോസ്റ്റ്യൂം നടത്താം. കോസ്റ്റ്യൂമിൽ എടുത്തതാണോ? ഡയമണ്ട് ഒക്കെ അവിടെ മോട്ടിച്ചതാ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ? കോസ്റ്റ്യൂമർ അടുത്ത് ഡയമണ്ട് ഒക്കെ ഉണ്ടല്ലേ ഇഷ്ടം പോലെ? ഉണ്ടല്ലോ. ഇത് ആർക്ക് തരാൻ വേണ്ടിട്ടാ കൊണ്ടുവന്നേക്കണേ? എനിക്കെന്നെ ഞങ്ങൾക്കല്ലേ? അല്ല അതെന്താ? ഒരു ഡയമണ്ട് ഇതാ. അതാ സെയിം. ഓ കോസ്റ്റ്യൂം റൂമിൽ ഡയമണ്ട് കിടന്ന് കളിക്കുക കേട്ടോ. പോണല്ലോ അപ്പൊ അവിടെ. എന്തായാലും ഇന്ന് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് പിന്നെ. കാണാൻ. എന്തൊരു രസാ കാണാൻ കുഞ്ഞ്. സുന്ദരി. മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ഇതാ. Oh, മൊത്തം ഡയമണ്ടാ കുഞ്ഞിന്റെ കയ്യില് കേട്ടോ. അല്ലേ? ഇതാ 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 ഇതാ. ഞാന് പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയാം. ആ പറഞ്ഞോ. ശരി, പറഞ്ഞോ. കാരണം അധികം സംസാരിക്കണ്ടാന്ന്. ONV സാർ, ഓക്കെ സാർ. മ്യൂസിക് ആ ആ ചലി ചൗധരി സാർ, ഓക്കെ സാർ. ഗ്രേറ്റ് ഓക്കെ ഗ്രേറ്റ് സാർ. ഓക്കെ സാർ. പാടിയത് ജാനകിയമ്മ, സിനിമ ചുവന്ന ചീര. ഓക്കെ സാർ. അടിപൊളി, അടിപൊളി. വണ്ടർഫുൾ മോളെ വർഷം വണ്ടർഫുൾ. വർഷം വർഷം നമ്മൾ പഠിച്ചു. നമ്മളത് നമ്മളത് പഠിച്ചത്. നമ്മൾ ആ സൈസല്ല അതൊന്നും എടുക്കുന്നത്. വർഷം ഒന്നും എടുക്കുന്നത്. നമുക്കില്ല. അഭിനേത്രി ഉണ്ട്. അഭിനേത്രിയുടെ പേരെന്താ? അഭിനയിച്ചത്. നായിക നമ്മൾ നായിക. നമ്മള് അത് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ എന്നാ ഞാൻ പാടിക്കോട്ടെ. സംസാരിക്കണ്ട. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മധുമക്കളെ. താങ്ക് യു വിന്യാൻ. കണ്ടു ഞാൻ
ഏതോ വികാരത്തിൽ ചിലങ്കകൾ ഒന്ന് നിർത്താവോ? പദങ്ങളാടി. ഒന്ന് നിർത്താവോ? ആ എന്നാ ശരി, ഓക്കെ ഓക്കെ. എന്നാ ചരണം പോലെ ഒന്നുകൂടി പോവാം. ഓക്കെ. ഏതോ വികാരത്തിൽ. ഓക്കെ, 1 2 3 4. ഏതോ ഏതോ വികാരത്തിൻ വിളിച്ചുണർത്തി. 1 2 3 4. ഏതോ വികാരത്തിൻ വിലാസക്കേളി ചിലങ്കകൾ കേറുമേ പദങ്ങളാടി. ഏതോ വികാരത്തിൻ വിലാസക്കേളി ചിലങ്കകൾ കേറുമേ പദങ്ങളാടി. എന്റെ പാപമായ ഓരത്തിൻ വിളി ചൂടുവാൻ എന്റെ കാൽക്ക് വീണോരെല്ലാം പിരിഞ്ഞു പോയി. യാമിനി ദേവി യാമിനി പാടു നീ കഥ. എന്റെ ദുഃഖം നിന്റെ കണ്ണുകളിൽ കണ്ടു ഞാൻ 1000 താരകപ്പൂക്കളായി. യാമിനി ദേവി യാമിനി പാടു നീ കഥ. താങ്ക് യു. താരക്കുട്ടി ആ നന്നായിരുന്നു മോളെ കേട്ടോ. താങ്ക് യു ജംഗ്ലേ. അസലായിട്ട് പാടി. ഈ താരകപ്പൂക്കളായ മോടെ പേരും കൂടെ ഉണ്ട് അതിനകത്തല്ലേ, താരകപ്പൂക്കളെ. അപ്പൊ ഈ ആ പിന്നെന്റെ എനിക്ക് യാമി എന്ന് പറയുന്ന ഒരു കുട്ടിയില്ലേ, അപ്പൊ യാമിനി എന്നല്ലേ ഇല്ലേ? ആ കൂട്ടുകാരി ഉണ്ടല്ലേ. ഓ, അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഈ പാട്ട്. സ്വന്തമായിട്ട് താരയ്ക്ക് വേണ്ടിയിട്ടും യാമിനിക്ക് വേണ്ടിയിട്ടും ദേവിക്ക് വേണ്ടിയും. പിന്നെ ദേവിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും. അല്ല, അതിന്റെ എക്സ്പ്രഷൻ ആരാ പറഞ്ഞത്? ഈ താരകപ്പൂക്കളായി അതിന്റെ എക്സ്പ്രഷൻ ആരാ പറഞ്ഞത്? അല്ല, ശ്രുതി ശ്രുതി മക്കളെ ഒന്നുകൂടെ. യാമിനി ദേവി യാമിനി ആഹാ. പാടു നീ കഥ. ആഹാ. എന്റെ ദുഃഖം നിന്റെ കൺകളിൽ കണ്ടു ഞാൻ 1000 താരകപ്പൂക്കളാ. ഔട്ട് ഓഫ് ദ ഏതാ അങ്കിള് ചോദിച്ചത്? ഈ താരകപ്പൂക്കൾ ആരാ പറഞ്ഞതെന്ന്? ആരോ നാണം പറഞ്ഞു. വരുന്നുണ്ടോ കുഞ്ഞിന്? അതെ. അല്ല, താരക കഴിഞ്ഞിട്ട് പൂക്കൾ ഭയങ്കര സോഫ്റ്റ് ആക്കിയല്ലോ. അതാരാ പറഞ്ഞത്? ഞാനെന്നെ സ്വന്തമായിട്ട് തന്നെ ഞാനെന്നെ. പഠിച്ചതാ. അണ്ണാച്ചി അതൊരു ഭയങ്കര കഴിവാണല്ലോ. എന്തായാലും പാട്ട് നന്നായിരുന്നു കേട്ടോ മോളെ. നല്ല താങ്ക് യു രസമായിട്ട് ജംഗ്ലേ. മോള് ഈ സംസാരിക്കുമ്പോ ഒക്കെ ഭയങ്കര എന്താണ് അടിച്ചു പൊളിച്ച് സംസാരിക്കും. പാടുമ്പോ ആള് വേറെ. ഇതെങ്ങനെയാ ഇത്? ഇത് എന്റെ സ്വന്തം തന്നെയല്ലോ. എല്ലാം എല്ലാം സ്വന്തം. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് സ്വന്തമായിട്ട്. ആ. ഇത് ആരും മോക്ക് പറഞ്ഞു തരുന്നൊന്നും അല്ലല്ലേ? ഒന്നുമില്ല. നമ്മൾ ഒരു പാട്ടെടുക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, ഇവിടെ ഒന്ന് പാടുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ഇത് പക്ഷേ പെട്ടെന്നായിരുന്നു എനിക്ക് വിഷ്ണു അങ്കിൾ തന്നെ ഈ അത് പാട്ട്. വിഷ്ണു അങ്കിളിന്റെ അടുത്ത് പറയണ്ടേത്. ശരിയാണോ വിഷ്ണു അങ്കിൾ കാണിക്കുന്നത്? അടിക്കണോ? എന്റെ അമ്മ പറഞ്ഞിരുന്നു, അമ്മ അടി കൊടുക്കുന്നു. അടിക്കുന്നോ? അമ്മ പറഞ്ഞു മറ്റന്നാളാക്കാൻ പറഞ്ഞിരുന്നു, ഇന്ന് ആക്കണ്ടെന്ന് പറഞ്ഞതാ. അതിനെന്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിട്ട് പാടിയല്ലോ. നന്നായിട്ട് പാടിയല്ലോ, ഉഗ്രനായിരുന്നല്ലോ. മനോഹരമായിട്ട് പാടി മക്കളെ. ഇടയ്ക്കൊന്ന് വിട്ടുപോയി, അത് സാരമൊന്നുമില്ല. കുഴപ്പമില്ല. അത് മനസ്സിലാക്കിയിട്ട് നിർത്താൻ പറഞ്ഞില്ലേ? ദേ ആ പുതുതായിട്ട് വന്നില്ലേ ഷിനു അങ്കിൾ, അവിടെ കുനിഞ്ഞിരുന്ന് കരഞ്ഞു കുറച്ചു നേരം. പാവം. പാവം. ആദ്യമായിട്ട് വായിക്കാൻ വന്നിട്ട് സോറി നിർത്താൻ പറഞ്ഞു. പറഞ്ഞു. സോറി നിർത്തുന്ന് പറഞ്ഞപ്പം അങ്കിള് വിചാരിച്ചു അങ്കിളിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ദേ പറ്റിപ്പോയെന്ന് ഇങ്ങനെ ആ, കരഞ്ഞു ഒന്ന് നിർത്താവോ ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ചു. സോറി പറയണം കേട്ടോ, സോറി പറയണം. സോറി പറഞ്ഞേക്ക്. അയ്യേ കരയുന്നെന്തിനാ? അവന് അങ്ങനെ ഇങ്ങനെ കരയുന്ന ആളൊന്നും അല്ല. നാണമില്ലേ?
അതൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ആദ്യമായിട്ട് വന്ന ദിവസം തന്നെ കിട്ടി. താരക്കുഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ശരത്തങ്കിളെ. അല്ല, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ എം ജി അങ്കിളിന് ഒരു ഡൗട്ട് ഉണ്ടായ പോലെ ശരത്തങ്ങൾ വേറെ ഡൗട്ട് ഉണ്ട്. എന്റെ ദുഃഖം നിന്റെ കണ്ണുകളിൽ കഴിഞ്ഞിട്ട് ഈ കണ്ടു ഞാൻ എന്ന് പറയുമ്പോ ആ കണ്ടു ഞാൻ മുകളിലാന്നുള്ളത് കൈകൊണ്ട് അങ്ങനെ ആരാ ആക്കി പഠിപ്പിച്ചത്? എനിക്കത് ആരോ എല്ലാം സ്വന്തമാണ്. അങ്ങനെ അതെന്തോ സ്വയംഭൂവോ? അങ്ങനല്ല. എന്നാലും അത് അങ്ങനാണോ? സ്വന്തം സ്വന്തമാണ്. അവൾ വിടത്തില്ല. പാട്ടമ്മ പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു തരുമെന്ന് അമ്മ ഞാൻ ആക്കി തന്നു. മോളാ മോളെ ഹിറ്റ് അതുകൊണ്ട് മോളിങ്ങനെ കൈ പിടിച്ച് അതമ്മയല്ല പഠിപ്പിച്ചേ, അതെല്ലാം ഒക്കെ സ്വന്തം. തന്നെ പറഞ്ഞാണോ? സ്വന്തം ആ മുകൾ ആ കറക്റ്റ് നോട്ടിൽ തന്നെ ആ അവള് ആ എന്നാലേ വിരലുകൊണ്ട് ഹിറ്റ് ചെയ്തു. എനിക്കെല്ലാം കിട്ടും. പക്ഷെ മക്കളെ സൂപ്പർ കേട്ടോ. ശരത്തങ്ങള് Thank you, ഞെട്ടി. ശരത്തങ്കിളെ. ഐ ലവ് യു. I love you 100 out of 1000 out of 1009 1 crore. 1900. ഓക്കെ. 1000 million. മില്യൻ. ഇതിൽ കൂടുതൽ എന്ത് വേണം? താങ്ക് യു മക്കളെ. എൻജോയ്. I love you 100 out of 100 ഓ, 1000 out of പുറകോട്ട് വരും. 1000 1000 ബില്യൺ. 100 million 1000 million 1002 million 1003 million മക്കളെ, 1010 million അല്ല, അത്ര വരെ. 10 അത്രയും million. ജനങ്ങൾ 1011 million അല്ല അപ്പൊ 12 million ഓ, 12 million. 1030 million മതി, മതി. 1040 million 30 അയ്യോ തിരിച്ചിറങ്ങുക. 1040 million. ആ അത് എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാക്കി വെച്ചേക്കണേ. അല്ല നമുക്കൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. അത്രയ്ക്ക് ജനങ്ങളെ അത്രയ്ക്കുള്ളത് എം ജി അങ്കിൾ. ആ ശരി. മോള് പറഞ്ഞത് ഭവിക്കട്ടെ. 1000 million 1000 9000 അവസാനത്തെ ആൾ. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ? മധുവിന് ദൗത്യന്റെ ഉള്ളു. 1000 million മില്യൺ മില്യൺ 100 അപ്പൊ എനിക്കോ? ആണോ? 1000 100 1000 1000 100 മില്യൺ. 1000 million. ആ ശരി ശരി. ബിരിയാണിക്കാം. ആണോ? ഓ ബിന്യാറ്റിക്കാണോ 1000 മില്യൺ? M-Jungle 1000 1000 million 100. ഏറ്റവും കൂടുതൽ MG അങ്കിളിന് അതാണ് മേളിലോട്ട് കൊച്ചു പോയിട്ട് പറയാൻ താഴെ വന്നത്. ഇട്ടു. M-Jungle എനിക്ക് അടുത്ത് വന്നിട്ട് അത് പറയാൻ പറ്റുമോ? അയ്യോ, വേണ്ട, വേണ്ട, അതൊന്നും പറഞ്ഞാൽ മതി. മോളെ പരസ്യമായിട്ടുള്ളത് അതെ, പറഞ്ഞാൽ അവിടെ എന്ന് രഹസ്യം വേണ്ട. പറഞ്ഞാ. അയ്യോ വേണ്ട വേണ്ട പ്ലീസ്. അല്ല ചെവി പറഞ്ഞു. M-Jungle എന്നാൽ ഞാൻ പറയട്ടെ. ഈ എം ജി അങ്കിളുടെ അടുത്ത് മാത്രം പറയുന്നു അണ്ണൻ ഇതെല്ലാം എന്തുവായിരിക്കും? മാറ്റി വെക്കട്ടെ. പറയട്ടെ. നേരത്തെ മിനിഞ്ഞാന്നൊരു ചാട്ടം ചാടി. കഴിഞ്ഞ എപ്പിസോഡിൽ നെഞ്ചത്തോട്ടൊരു ചാട്ടം ചാടി ഇതുവരെ വേന പോയില്ല. നമ്പർ എനിക്ക് എഴുതി തരാം. ഫോൺ നമ്പർ കൊടുക്കാൻ. എല്ലാവരുടെ ഫോൺ നമ്പർ എഴുതാൻ. എന്റെ നമ്പർ എല്ലാരും എന്റെ 100 5 മധുവിന്റെ 100. 101. 7 9 7 4 7 5 എം ജികൾ എല്ലാരും അവർ കാണാതെ അറിയാം കേട്ടാ. ഞാൻ എന്നും വിളിക്കുന്നതല്ലേ. 718 1 2 3 4 ബിന്നിയുടെ നല്ല ശരത്തേടാ. എന്റെ ഒറിജിനൽ പറയുന്നു. അത് ഒറിജിനൽ. അത് ഒറിജിനലാ. മതിയോ? ഇതെപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തല്ലേ? ഞാൻ മോക്കിരുന്ന അടിപൊളി മാല വേണം. എന്ത് കളർ വേണം? എനിക്കൊന്നും വേണ്ട. എന്നാലും ഏത് കളർ വേണം? പറഞ്ഞു. എനിക്ക് വേണ്ട വേണ്ട വേണം, വേണ്ട. വേണം. എനിക്ക് M-Jungle തന്നെ വേണം. അയ്യോ. തന്നെ വേണം. ചേട്ടാ ഇത്രയും നിർമ്മലമായ ലവ് എവിടുന്ന് കിട്ടും അതെ. ചേട്ടന്? അയ്യോ സത്യം കേട്ടോ. ഇതാണ് നിഷ്കളങ്കമായ ആ ഒരു എന്തായാലും സ്നേഹം. മോക്കൊരെണ്ണം വാങ്ങിച്ചു തരാം കേട്ടോ. നിർമ്മലമായ സ്നേഹം നമുക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം. എന്നാലും ചെറിയ നമുക്ക് അങ്കിളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇഷ്ടം. നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം മക്കളെ കുഞ്ഞെ എം ജി അങ്കിൾ ആർക്കും മേടിച്ചു കൊടുക്കാത്ത മേടിച്ച മക്കളെ. തന്നെ മതി. അല്ലെങ്കിൽ ഒരു ലവ് M-Jungle എനിക്ക് തന്നാ മതി. ഒരു love ലവ് തന്നിരിക്കല്ലേ. ആ. എപ്പോഴാ തന്ന്? ഓക്കെ ഓക്കെ. അപ്പൊ ബൈ കുഞ്ഞു പൊക്കോളൂ. ഇല്ലില്ല, ഞാൻ- ടാറ്റാ. ആ. ടാറ്റാ ബൈ ബൈ. ഗോൾഡൻ ഇത് അവിടെ സ്റ്റാർ നിൽക്കേ. വേണ്ടേ?
ഇവിടെ വാ. ആ പൂക്കിട്ട് വേണ്ട. ഹാപ്പി അല്ലേ? ആ ഹാപ്പി. ഹാപ്പി. യാമിനിന്ന് എടുത്ത ഫസ്റ്റ് ലൈന് അതിന് കൊടുക്കണം 10 പൊൻപണം. ഫസ്റ്റ് ലൈന് എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ മടക്കി കളഞ്ഞു അങ്ങനെ. താങ്ക് യു പിന്നെ ആന്റി. താരക്കുട്ടി ആ ഉഗ്രനായിരുന്നു കേട്ടോ. ആ ഉടുപ്പ് നന്നായിരുന്നു, മതി uncle, പാടിയതും thank കാലയ്ക്ക് you. പാടിയതും സൂപ്പറായിരുന്നു താങ്ക് യു കേട്ടോ. മധു അങ്കിളെ. അടിപൊളിയായിരുന്നു, താങ്ക് യു മധു നല്ല അങ്കിളെ. ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു മാധു അങ്കിളെ. പ്രത്യേകിച്ച് താരക പൂക്കള അതില്ലേ, അത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് താങ്ക് യു മാധു അങ്കിളെ. ആ അപ്പൊ ഇപ്പൊ എത്ര മില്യൺ ഉണ്ട്? 1000 1000 ഔട്ട് ഓഫ് 1000. അത്രേ ഉള്ളൂ ഇപ്പൊ. 1000 out of 1000. കുറഞ്ഞു പോയോ? 1000 million 1000. അത് ഞങ്ങൾ സമ്മതിച്ചു. അത് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്ക് വേണ്ട അത്. 1000 million 2000 million 4. സമ്മതിച്ചു സമ്മതിച്ചു. താങ്ക് യു, അപ്പൊ താങ്ക് thank യു. you. അത്രയെങ്കിലും കിട്ടിയത് നന്നായി. താങ്ക് യു. അപ്പൊ ഇന്ന് ഇത്രയും കട കിട്ടിയല്ലോ. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ താരപ്പുക്കുറ്റി. താങ്ക് യു അങ്കിളെ. ടാറ്റാ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും നമ്മളെ പോലെ തന്നെ എല്ലാ പ്രേക്ഷകരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് തമാശയും കളിയും ചിരിയും ഉണ്ടെങ്കിലും നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ആയതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങളൊക്കെ ഒരുപാട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജസ് ആയാലും പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി വരുന്നുണ്ടല്ലേ. എന്തായാലും നമ്മുടെ ഫിനാലെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ദിവസങ്ങൾ ഇങ്ങനെ വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.